ഹലോ, ഇത് നമ്മുടെ ജിം സെലിബ്രേഷൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളത് എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ചുരിദാർ ഇട്ടിട്ടോ. സാരി ഉടുത്ത് നമുക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോയപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ച് ഞാൻ കോഫിയും കട്ട്ലേറ്റാണ് കഴിച്ചത്. അവരുടെ ഐസ്ക്രീമാണ് കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിച്ച് വന്നിട്ട് ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ആഘോഷത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ, പിന്നെ ക്ലൈമാക്സ് മാത്രമല്ല ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വരുന്നത്. അതായത് പിന്നെ ഗെയിംസും കാര്യങ്ങളും, കസേരക്കളി, നെല്ലിക്ക, നാരങ്ങ സ്പൂൺ വെച്ചിട്ടുള്ള കളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനിയാണ് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് മൊത്തം സംഭവങ്ങളും വരുന്നത് കേട്ടോ. സംഭവം കിടു എന്ന് പറഞ്ഞാൽ കിടു എൻ്റെ ലൈഫിൽ ഇത്രയേറെ ഹാപ്പി ആയിട്ട് ദിവസം ഉണ്ടായിട്ടില്ല തന്നെ പറയാം കേട്ടോ. തിമിർത്ത് ഡാൻസ് കളിക്കാൻ അറിയാത്ത ഞാൻ ഒരു നർത്തകിയായി മാറി അവിടുന്ന്. കാരണം എല്ലാവരും പറഞ്ഞ് നന്നായി കളിച്ചല്ലോ എന്ന്. കാരണം എല്ലാവരും ഒന്നിച്ചപ്പോൾ വേറൊരു വൈബായിരുന്നു കേട്ടോ അന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമ്മളൊന്നും മിസ്സാക്കാൻ പറ്റില്ല. ഇതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവണം. എന്തെങ്കിലും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കാൻ ഇങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മതി. അല്ലാതെ കുറേ സ്വത്ത് മുഴക്കെ ഇട്ടിട്ട് എന്താ കാര്യമില്ലേ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ കുറച്ച് നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മൾ എന്തായാലും ഉൾക്കൊള്ളാൻ നോക്കണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഞാൻ മിസ് ചെയ്യാറില്ല. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പോകും, ഞാൻ അതിൽ ഏർപ്പെടും, പറ്റിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എല്ലാം ചെയ്യേണ്ടി. ലൈഫിൽ ആദ്യമായിട്ട് ഇന്ന് സ്റ്റേജിൽ കയറിയ ദിവസം കൂടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പി ഉണ്ട്. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ സന്തോഷം ഇങ്ങനെ ഉള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തിമിർത്ത് ഈ പാട്ടൊക്കെ എനിക്ക് ഫുള്ളായിട്ട് ഇതിൽ വെക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയപരിമിതി, നമ്മുടെ യൂട്യൂബിൻ്റെ കുറച്ച് നിയമങ്ങൾ കാരണം എനിക്ക് അങ്ങനെയൊന്നും വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം അത് കാരണമാണ് ഇതിന് കുറച്ച് ഓടിച്ച് വിട്ടിരിക്കുന്നത് കേട്ടോ. അതെൻ്റെ ഫ്രണ്ടുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം എനിക്കിവിടെ ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു കേട്ടോ അത്. ഇനി സത്യം പറഞ്ഞാൽ അടുത്തൊരു പ്രോഗ്രാമിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ 2 ജിമ്മും കൂടി ഒന്നിച്ചായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒരു ഹാപ്പി മൊമെൻറ്റ് തന്നതിന് ഫ്ലെക്സ് ടീമിനോട് സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയുന്ന ഈ അവസരത്തിൽ. കാരണം നമ്മുടെ ഫാമിലി കല്യാണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും. നമ്മുടെ പിള്ളേരെ നോക്കണം, അവർ കെയർ ചെയ്യണം. ഇതങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുക, ഇടയ്ക്ക് വല്ലപ്പോഴും ട്രിപ്പ് പോകണം, ലേഡീസ് ട്രിപ്പ് ആണെങ്കിലോ അതങ്ങനെ ട്രിപ്പൊക്കെ പോയി എൻജോയ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന സ്ട്രെസ്സ്, ആ സംഭവങ്ങളൊക്കെ ആ ഒരു ദിവസം കൊണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞൊന്ന് ഹാപ്പിയായി കഴിക്കാൻ ആ ഒരു ട്രിപ്പ് കൊണ്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അത് സ്മിജ എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ കാറിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ, സീ യു.